സുഹൃത്തുക്കളെ, നമ്മുടെ LGS എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. നമ്മളൊരു 60 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത ഒരു 60 ചോദ്യങ്ങൾ റിവിഷനായിട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക. നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 1. താപം ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? താപം, അതായത് ചൂട് ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ കാറുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും വെള്ള കാറുകളൊക്കെ അധികം ഉപയോഗിക്കുക. കാരണം അത് ഒരുപാട് നേരം വെയിലത്തൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വെള്ള നിറമാകുമ്പോൾ അത്ര ചൂടുണ്ടാവില്ല. കറുപ്പാകുമ്പോൾ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ചൂട് വരും. അപ്പോൾ നമ്മൾ വെള്ള കളറിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ വെള്ള ബലൂൺ ഒരുപാട് നേരം ചൂടത്തിങ്ങനെ പൊട്ടാതിരിക്കും. കറുപ്പ് ബലൂണാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ കറുപ്പ് നിറം ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്നു, അതുപോലെ വെള്ള നിറം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. രണ്ടാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിലെ ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ് ഓറം? ആവർത്തന പട്ടികയിലെ ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ് ഓറം? ഓറം എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമമാണ് ഓറം. അപ്പം നമ്മളത് ഓർത്ത് വെക്കാൻ, ഈ ജ്വല്ലറിയിൽ നിന്നൊക്കെ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഉറയിലിട്ട് തരും. ഉറ മീൻസ് കവറിലിട്ട് തരും. അപ്പം ഞാനതങ്ങനെയാണ് ഓർത്തത്, ഓറം ഉറ എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചതാണ്. അപ്പം സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമമാണ് ഓറം. അടുത്തത് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള ജീവകമാണ് ജീവകം ഡി. ജീവകം ഡി ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള ജീവകം. അപ്പോൾ കണക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അടുത്തത്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ആണല്ലോ നമ്മളെ തലസ്ഥാന നഗരം എന്ന് പറയുന്ന സമയത്ത് അവിടെ കുറച്ച് സെക്യൂരിറ്റി കൂടുതൽ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചാണ്. അവിടെയാണ് നമ്മൾ നിയമസഭയും കാര്യങ്ങളും എല്ലാം വരുന്നത് അവിടെയാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ച് സെക്യൂരിറ്റി അധികം ആവശ്യമാണെന്നുള്ള രീതിയിലാണ് ഓർത്ത് വെച്ചത്. അടുത്തത്, അഞ്ചാമത്തെ ചോദ്യം, തൊണ്ടമുള്ള് എന്നും അറിയപ്പെടുന്ന രോഗം ഏതാണ്? തൊണ്ടമുള്ള് എന്നും അറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തിരിയ. അപ്പോൾ നമ്മൾ തൊണ്ടയിൽ ഒരു മുള്ള് കുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഒരു മുള്ള് കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംഗിളിൽ തന്നെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ഈ മുള്ള് തൊണ്ടയിൽ സ്ക്രബ് ആവുന്ന പോലെ തോന്നും. അപ്പോൾ തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തിരിയാണ്. അപ്പോൾ തിരിയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തൊണ്ടയിൽ മുള്ള് കുടുങ്ങി കഴിഞ്ഞാൽ തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ആറാമത്തെ ചോദ്യം, ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ്? ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഊർജ്ജ സംരക്ഷണ നിയമം, ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തത്, ഏഴാമത്തെ ചോദ്യം, സൂര്യ, സോമ, തിലോത്തമ എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളാണ്? ഉത്തരം എള്ള്. എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളാണ് സൂര്യ, സോമ, തിലോത്തമ എന്നിവ. എട്ടാമത്തെ ചോദ്യം, ഹീഫ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുട്ടികളിലെ ക്ഷയരോഗം തിരിച്ചറിയാനാണ്. ഹീഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കുട്ടികളിലെ ക്ഷയരോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒമ്പതാമത്തെ ചോദ്യം നമുക്ക് ഫെമിലിയറായ ക്വസ്റ്റ്യനാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന കൃതി ആരുടേതാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന കൃതി കല്ലേൽ പൊക്കുടൻ്റെതാണ്. കല്ലേൽ പൊക്കുടൻ്റെ കൃതിയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. പത്താമത്തെ ചോദ്യം, ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അപ്പോൾ O എന്നുള്ളത് 0 എന്നല്ലേ വായിക്കുക. O ഇംഗ്ലീഷിൽ എഴുതി കഴിയുന്ന സമയത്ത് നമ്മൾ 0 എന്ന് പറഞ്ഞാൽ ഇത് ഇല്ല എന്നാണ് അർത്ഥം വരും. അപ്പം ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് 0 എന്നിട്ട് ഇല്ല, നമുക്ക് മാർക്കൊന്നും ഇല്ലെങ്കിൽ 0 മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ 0 ഇല്ലാത്തത് കൊണ്ട് 0 എന്നുള്ള രീതിയിലായിരിക്കണമെങ്കിൽ O ഗ്രൂപ്പ് കിട്ടും. അടുത്തത്, 11ാമത്തെ ചോദ്യം, ഡെർമറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ത്വക്ക് ഐ മീൻ നമ്മുടെ തൊലി അതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെർമറ്റോളജി. ഇത് എല്ലാവർക്കും അറിയുന്നത്. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്നതാണ്. അടുത്തത്, 12ാമത്തെ ചോദ്യം, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രജൻ. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറവാണ്. കാരണം അതിനെ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അത് ഓർത്ത് വെക്കുക. 13ാമത്തെ ചോദ്യം, എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് സർക്കാരിൻ്റെ താലോലം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്? അപ്പോൾ കുട്ടികൾക്കുള്ളതാണ്. ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവരാണ് നമ്മൾ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ സർക്കാരിൻ്റെ താലോലം പദ്ധതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. 14ാമത്തെ ചോദ്യം, സാധാരണയായി കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരുന്ന പ്രമേഹ ഇനം ഏതാണ്? ടൈപ്പ് 1 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹമാണ് സാധാരണ കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രമേഹം. കാരണം ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ
ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ പ്രായം ആയ ആളുകൾ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ, ചെറുപ്പക്കാർ എന്നുള്ള രീതിയിലല്ലേ ഒരു കുട്ടി ജനിച്ച് വളരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്നുള്ളത് കുട്ടി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് 2 ആണ് പ്രായമായി കഴിഞ്ഞാൽ വരുന്ന പ്രമേഹം. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് കുട്ടികളിലും ചെറുപ്പക്കാരിലും എന്നുള്ള രീതിയിൽ യൂത്തായിട്ടുള്ള ആളുകൾക്കാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 15ാമത്തെ ചോദ്യം, മഞ്ഞ വെയിൽ മരണങ്ങൾ രചിച്ചതാര്? ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ കൃതിയാണ് മഞ്ഞ വെയിൽ മരണങ്ങൾ. നമ്മളൊരു മഞ്ഞ ബനിയനാണ് അവിടെ ഓർത്തത്, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞ ബനിയനിട്ട് ഇങ്ങനെ വെയിലത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഓർത്ത് വെച്ചതാണ്, മഞ്ഞ വെയിൽ മരണങ്ങൾ എന്നുള്ളത്. 16ാമത്തെ ചോദ്യം, ഏത് രോഗത്തിനെതിരായ വാക്സിൻ വികസിപ്പിക്കാൻ നിർണായക സംഭാവന നൽകിയവർക്കാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്? ഏത് രോഗത്തിനെതിരായ വാക്സിൻ വികസിപ്പിക്കാൻ നിർണായക സംഭാവന നൽകിയവർക്കാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കോവിഡ്-19 കോവിഡ്-19 വാക്സിൻ, കോവിഡ്-19 വാക്സിൻ കണ്ടുപിടിച്ച ആളുകൾക്കാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്തത്, അമ്മയുടെ ഗർഭാവസ്ഥയിലെ 9ാം മാസം മുതൽ കുട്ടിക്ക് 2 വയസ്സ് തികയുന്നത് വരെ പ്രത്യേക പരിചരണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? അതാണ് ആദ്യ സഹസ്രദിനങ്ങൾ. അപ്പം 2 വയസ്സ് വരെ എന്ന് പറയുമ്പം ഏതാണ്ട് 1000 ദിവസത്തിൻ്റെ അടുത്ത് ആയല്ലോ. അതായത് 9ാം മാസം മുതൽ 2 വയസ്സ് വരെ എന്ന് പറയുമ്പം അറൗണ്ട് 1000 ദിവസങ്ങൾ എന്നുള്ള രീതിയിലായി കഴിഞ്ഞു. അപ്പം പിന്നെ അതായിട്ട് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ആദ്യ സഹസ്രദിനങ്ങൾ. അടുത്തത്, തോറ്റങ്ങൾ എന്നത് ആരുടെ കൃതിയാണ്? കൃതി എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ വിട്ടതാണ്. തോറ്റങ്ങൾ എന്നത് ആരുടെ കൃതിയാണ്? കോവിലൻ്റെ കൃതിയാണ്, കോവിലൻ. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു പോവാതിരിക്കാനാണ് കോവിലിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത്. കോവിലൻ്റെ കൃതിയാണ് തോറ്റങ്ങൾ. അപ്പം കോവിലൻ എന്നറിയപ്പെടുന്നത് വി അയ്യപ്പനാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ അവിടെ കണക്ട് ചെയ്യുക. നമ്മൾ തോറ്റ് പോവാതിരിക്കാനും ഒക്കെ ആണല്ലോ നമ്മൾ കോവിലിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008. അപ്പോൾ ഞാനത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ്. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ വിക്ഷേപിച്ച് നമ്മൾ മാത്രം പിന്നോട്ടായി പോയാൽ നമുക്കത് 8ൻ്റെ പണിയാവും എന്നുള്ളത് ആലോചിച്ചത് കൊണ്ടാണ് നമ്മൾ 2008 എന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ ചെറിയൊരു കണക്ഷൻ ഇട്ടാണ്. അടുത്തത്, വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ് വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട. ഇതൊക്കെ. 21ാമത്തെ ചോദ്യം, കേരള പിറവിക്ക് ശേഷം നിലവിൽ വന്ന ആദ്യ EMS മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. അപ്പം കേരള പിറവിക്ക് ശേഷം നിലവിൽ വന്ന ആദ്യ EMS മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പം നമ്മൾ ഇപ്പം 2 ബ്രദേഴ്സൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ സഹകരണത്തിലായിരിക്കില്ല പോവുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുണ്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി യൂസ് ചെയ്തിട്ട്, ഇപ്പം അനിയൻ്റെ മുണ്ട് ഏട്ടൻ കൊടുക്കുന്നു, ഏട്ടൻ്റെ മുണ്ട് അനിയൻ കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരണത്തോടെയാണല്ലോ പോകാന്നുള്ള രീതിയിലാണ് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ കിട്ടേണ്ടതാണ്. അടുത്തത്, മിശ്രവിവാഹം, മിശ്രഭോജനം തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കാനായി ജാതിനാശിനി സഭയ്ക്ക് തുടക്കം കുറിച്ചതാര്? ആനന്ദതീർത്ഥനാണ്. അപ്പം മിശ്രവിവാഹം, മിശ്രഭോജനം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാതിനാശിനി സഭ തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ ജാതിനാശിനി എന്ന് പറഞ്ഞാൽ ഈ ജാതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നശിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ മിശ്രവിവാഹം, മിശ്രഭോജനമൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത് നടത്തിയത് ആനന്ദതീർത്ഥനാണ്. അപ്പം നമ്മൾ ഈ തീർത്ഥം എന്ന് പറയുന്ന സംഭവമാണത്, നമ്മൾ ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന തീർത്ഥജലം നമ്മൾ ഈ എന്തെങ്കിലും സംഭവങ്ങൾ നശിപ്പിക്കാനൊക്കെയാണല്ലോ ഉപയോഗിക്കുക. നമ്മൾ എന്തെങ്കിലും നമ്മൾ ഈ തീർത്ഥം കിട്ടി നമ്മൾ അവിടെ ശുദ്ധിയാക്കുക എന്നുള്ള രീതിയിൽ പറയല്ലോ. അപ്പോൾ ആനന്ദതീർത്ഥൻ ഈ തീർത്ഥം ഉപയോഗിച്ച് ജാതിനാശിനി ആ ഒരു സിസ്റ്റം നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ, നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ എടുക്കാമല്ലോ. നമ്മളവിടെ പുണ്യാഹം തെളിക്കണം എന്നൊക്കെയുള്ള രീതി പറയാറുണ്ടല്ലോ. ആ രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടും. എടുത്തത്, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കേളപ്പൻ. കേളപ്പൻ ആ രീതിയിൽ ജസ്റ്റ് അവിടെ കേരളീയൻ കെ അവിടെയുണ്ട്, കേളപ്പനിലൊരു കെ ഉണ്ട്. ആ രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്തത്, 24ാമത്തെ ചോദ്യം, തിളച്ച എണ്ണയിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന പ്രാകൃത ശിക്ഷാരീതിയായ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ. അപ്പം തിളച്ച എണ്ണയിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശിക്ഷാരീതിയാണ് ശുചീന്ദ്രം കൈമുക്ക്. അത് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. അപ്പം നമ്മൾ
എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഈ തിളച്ച എണ്ണയിൽ കൈ മുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിച്ച സാധനത്തിനൊക്കെ നല്ല സ്വാദുണ്ടാവുമല്ലോ, ആ രീതിയിലാണ് കണക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഓർത്ത് വെക്കുകയാണെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കുന്ന ശിക്ഷാരീതി ഒഴിവാക്കിയത് സ്വാദ് തിരുന്നാൾ. തിളച്ച എണ്ണയിൽ കൈ മുക്കിയാൽ നല്ല സ്വാദാണെന്നുള്ള, അല്ല കൈ മുക്കല്ല, നമ്മളെന്തെങ്കിലും സാധനം മുക്കി പൊരിച്ച് കഴിക്കുമ്പം സ്വാദാന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഇനി 25ാമത്തെ ചോദ്യം. ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ കുര്യാക്കോസ് എലിയാസ് ചാവറയാണ്. ഓരോ പള്ളിക്കുമൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ കുര്യാക്കോസ് എലിയാസ് ചാവറയാണ്. അപ്പം അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതിന് കണക്ഷൻ്റെ ആവശ്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല. അടുത്തത് 26ാമത്തെ ചോദ്യം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. അപ്പം നമ്മൾ ഒരുവിധം അങ്ങനത്തെ ടെക്നോളജിയൊക്കെ ജപ്പാനാണല്ലോ. ഓനാൾ ജപ്പാനാന്ന് പറയുമല്ലോ. നമ്മൾ ഈ അത്യാവശ്യം ടെക്നോളജിയൊക്കെ അറിയുന്ന ആൾക്കാരെ നമ്മൾ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട് ഓനാൾ ജപ്പാനാണെന്നുള്ള രീതിയിൽ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓർക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ജപ്പാനാന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇനി ജോൺ ജോസഫ് മർഫി കേരളത്തിൽ ഏത് കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരംഭിച്ച വ്യക്തിയാണ്? റബ്ബർ കൃഷി കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആളാണ് ജോൺ ജോസഫ് മർഫി. അടുത്തത് 28ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യത്തെ തപാൽ ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ തപാൽ ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയാണ്. ആലപ്പുഴ. അടുത്തത് പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. 30ാമത്തെ ചോദ്യം. രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ബ്രാഞ്ച് ഓഫീസ് എവിടെയാണ്? രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ബ്രാഞ്ച് ഓഫീസ് തിരുവനന്തപുരത്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കേരളത്തിലെ ബ്രാഞ്ച് ഉള്ളത്. വരയാടുകളുടെ വീട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ വീട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടുകളുള്ളത്. 32ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം? 2.4% ലോകത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ ഇന്ത്യൻ്റെ വിസ്തീർണം. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ. അടുത്തത് 33ാമത്തെ ചോദ്യം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ആദ്യ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഹയറിലിരിക്കുന്ന ആളാണ് അറ്റോർണി ജനറൽ. അടുത്തത് ഭ്രാന്താലയം എന്ന നോവൽ ആരുടേതാണ്? ഭ്രാന്താലയം എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? പി കേശവദേവിൻ്റെ നോവലാണ് ഭ്രാന്താലയം. 36ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 3-ലാണ്. 3-ാം ഭാഗത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ മൗലികം 3 എന്നുള്ളത് 2 മായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ഓർത്താൽ മതി. മൗലികാവകാശം 3 വെച്ചിട്ടാണ് 2 തുടങ്ങുന്നത്. അടുത്തത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം 2019 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശല്ല, ആന്ധ്ര എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആന്ധ്ര സംസ്ഥാനമാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി രചിച്ചതാരാണ്? അത് ഖുഷ്വന്ത് സിംഗ് ആണ് ഇന്ത്യ വിഭജനം പ്രമേയമാക്കിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി രചിച്ചത്. ഖുഷ്വന്ത് സിംഗ്. 40ാമത്തെ ചോദ്യം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഔദ്യോഗിക സമ്മേളനം നടന്ന ബെൽഗ്രേഡ് ഇന്ന് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? സെർബിയൻ്റെ തലസ്ഥാനമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഔദ്യോഗിക സമ്മേളനം നടന്ന ബെൽഗ്രേഡ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് സെർബിയൻ്റെ തലസ്ഥാനമാണ്. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ സെർബിയൻ്റെ തലസ്ഥാനമാണ്. 41ാമത്തെ ചോദ്യം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 42ാമത്തെ ചോദ്യം. 1942 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെയിലാണ്. 1942 എവിടെ നടന്ന, ആ വർഷം ഓർക്കണം, 1942 42 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെ. അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഇന്ത്യയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ ബോംബിട്ട് കൊല്ലും എന്നുള്ള രീതിയിൽ പറഞ്ഞു ആലോചിച്ചാൽ മതി. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ള രീതിയിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി അവരെ പോയില്ലെങ്കിൽ നമ്മൾ ബോംബിടുന്നുള്ളൊരു ഡയലോഗ് അവിടെ പറഞ്ഞു എന്നുള്ള ഓർത്ത് കഴിഞ്ഞാൽ ബോംബെയിലാണ് നടന്നതെന്നുള്ള ആലോചിക്കാം. അടുത്തത് ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? 43ാമത്തെ ചോദ്യം. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. 45ാമത്തെ ചോദ്യം. വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ്? CF ആൻഡ്രൂസിനെയാണ്. ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് CF ആൻഡ്രൂസിനെയാണ്. ആൻഡ്രൂസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അടുത്തത് കേരളത്തിൽ മന്ത്രിയായിരുന്ന ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? C ദിവാകരൻ. ഇപ്പോൾ ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണല്ലോ. അപ്പോൾ കനൽ വഴികളിലൂടെ എന്നുള്ളത് അവിടെ കണക്ട് ചെയ്യാമല്ലോ. സൂര്യൻ്റെ കനൽ എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. കേരളത്തിൽ മന്ത്രിയായിരുന്ന ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ എന്ന് ചോദിച്ചാൽ C ദിവാകരനാണ്. ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ്റെ കനൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടും. അടുത്തത് 48ാമത്തെ ചോദ്യം. കേരള നിയമസഭയിലെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. ചിറ്റയം ഗോപകുമാറാണ് കേരള നിയമസഭയിലെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. അപ്പം നമ്മളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ അപേക്ഷിച്ച് ഒരുപാട് ക്ലീനാണ് അവിടെ സൗദി അറേബ്യ. അവിടെ ഭയങ്കരമായിട്ട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന രാജ്യമാണ്. അപ്പം ഇവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ അവിടെ കണ്ട് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ പരിപാടി വെച്ചു എന്ന് ആലോചിച്ചാൽ മതി. 50ാമത്തെ ചോദ്യം. ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും നാവികസേനകൾ അറബിക്കടലിൽ നടത്തിയ സംയുക്ത നാവിക അഭ്യാസമാണ് കൊങ്കൺ 2023. ജസ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. കൊങ്കൺ 2023. ബ്രിട്ടനാണ്. ബ്രിട്ടനും ഇന്ത്യയും ഈ രണ്ട് രാജ്യങ്ങളുടെ നാവികസേനകൾ അറബിക്കടലിൽ നടത്തിയ സംയുക്ത നാവിക അഭ്യാസമാണ് കൊങ്കൺ 2023. 51ാമത്തെ ചോദ്യം. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി. അപ്പോൾ പത്മ പുരസ്കാരങ്ങളിലെ ആ ഒരു മോഡലിൽ കേരള സർക്കാർ കൊടുക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു പുരസ്കാരമാണ് ഇതാണ് കേരള ജ്യോതി. ഇത് ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്കാണ് ഇത് ആദ്യമായിട്ട് ലഭിച്ചത്. അടുത്ത 52ാമത്തെ ചോദ്യം. മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. അപ്പോൾ ആലോചിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ മഹർഷി വാൽമീകി എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഉത്തരത്തിലിരുന്നിട്ടാണ് പുള്ളി ധ്യാനത്തിനൊക്കെ ഇരിക്കുക എന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു മഹർഷിയല്ലേ, കുന്നിൻ്റെ മുകളിലൊക്കെ ആളുണ്ടാകും. അപ്പോൾ ഉത്തരത്തിലാണ്, ഉത്തർപ്രദേശ് എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്യാം. 53ാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പാണ്. അടുത്തത് 54ാമത്തെ ചോദ്യം. അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയമായ കക്രപ്പാറ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയമായ കക്രപ്പാറ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗത്തിൻ്റെ പതാകയിലാണ് ശംനോ വരുണ എന്ന ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗത്തിൻ്റെ പതാകയിലാണ് ശംനോ വരുണ എന്ന ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നാവികസേനയിലാണ്. അപ്പോൾ വരുൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാവികം, ആകാശം എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കിട്ടും. അടുത്തത് 56ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ്റെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. അപ്പോൾ ആദിത്യ L1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. 2022 വർഷം. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് ഇംഗ്ലണ്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് കുറച്ച് പിന്നോട്ട് ചോദിക്കും. അടുത്തത്. രാജാ രവിവർമ്മൻ്റെ 175ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിൽ എവിടെയാണ് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി പ്രവർത്തനം ആരംഭിച്ചത്? രാജാ രവിവർമ്മ ആർട്ട് ഗാലറി
തിരുവനന്തപുരത്താണ്. അപ്പം നമ്മൾ രാജാവ് എന്നുള്ള രീതിയിൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ രാജാ രവിവർമ്മ. അപ്പോൾ തിരുവനന്തപുരമാണ് നമ്മളെ തലസ്ഥാനം, അവിടെയാണ് രാജാവ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ആർട്ട് ഗാലറി അവിടെ തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. 59ാമത്തെ ചോദ്യം, 2024 പത്മശ്രീ പുരസ്കാര ജേതാവായ ആസാം സ്വദേശി പാർവതി ബറുവയുടെ സവിശേഷത എന്താണ്? അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. ഇപ്പോൾ 2024 പത്മശ്രീ പുരസ്കാര ജേതാവാണ്, ആസാം സ്വദേശിയാണ് ആര്? പാർവതി ബറുവ. പാർവതി ബറുവേൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. വന്ന ക്വസ്റ്റ്യനാണ്, പത്രത്തിൽ വന്നതാണ്. അപ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 60ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏത് ജില്ലയാണ് അതിൻ്റെ ഔദ്യോഗിക പക്ഷിയായി വെള്ളവയറൻ കടൽ പരുന്തിനെ പ്രഖ്യാപിച്ചത്? ഇപ്പോൾ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഔദ്യോഗിക പക്ഷിയായിട്ട് വെള്ളവയറൻ കടൽ പരുന്തിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 60 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറിയാമെന്നുള്ളത്, എത്രത്തോളം ഇനി പഠിക്കാനുണ്ട് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ കഴിയട്ടെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.